കൈത്ത മൂന്നാം ഞായർ, യോഹന്നാൻ 9-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ഒരു അധ്യായം മുഴുവൻ കർത്താവ് ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. ആ സുഖപ്പെടുത്തൽ അന്ധതയുടെയും കാഴ്ചയുടെയും വ്യത്യസ്ത അർത്ഥതലങ്ങൾ വെളിവാക്കുന്നു. അന്ധത പാപത്തിൻ്റെ ശിക്ഷയാണെന്നുള്ള അന്ധമായ വിശ്വാസത്തെ പശ്ചാത്തലത്തിൽ കാണുന്നു. ഒരത്ഭുത പ്രവൃത്തിയിലൂടെ കർത്താവ് ഈശോ ജന്മന അന്ധനായവനെ സുഖപ്പെടുത്തുമ്പോൾ അന്ധതയിൽ അകന്നുപോയ ഫരിസേയർക്ക് അത് അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. മതനിയമങ്ങൾ അവരിൽ സൃഷ്ടിച്ച അന്ധതയിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനാൽ പകലിൻ്റെ പ്രകാശത്തിൽ അവർക്ക് കർത്താവ് ചെയ്ത അത്ഭുതം കണ്ടു മനസ്സിലാക്കുവാനോ അംഗീകരിക്കുവാനോ സാധിക്കുന്നില്ല. ഇവിടെ കർത്താവ് ശിഷ്യന്മാർക്ക് സ്വയം വെളിപ്പെടുത്തുന്ന പശ്ചാത്തലം സുവിശേഷത്തിന് ആകെ പ്രകാശം വീശുന്നതാണ്. ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അവിടുത്തെ സാന്നിധ്യത്തിലാണ് രാത്രി അവസാനിക്കുന്നതും പകൽ ഉദയം ചെയ്യുന്നതും. പകൽ സമയത്താണ്, അല്ലെങ്കിൽ രാത്രിയെ പകലാക്കിയാണ് അവിടുന്ന് പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത്. കർത്താവ് സൗഖ്യപ്പെടലിൻ്റെ അത്ഭുതം ചെയ്യുന്നത് ഈ അത്ഭുതം ചെയ്യുന്നത് ഒരു സാബത്ത് ദിവസമാണ്. അതിനാൽ സാബത്തിനും പകലെന്ന അർത്ഥം ഇവിടെയുണ്ട്. സാബത്തിലാണ് ഫരിസേയർ കാഴ്ച ലഭിച്ചവനെ സിനഗോഗിൽ നിന്നും പുറത്താക്കുന്നത്. അവർ അന്ധതയിലായിരുന്നതുകൊണ്ട് അവർക്ക് പകലിൻ്റെ ഉടമയുടെ പ്രവൃത്തിയെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഇരുട്ടിൽ തന്നെ കഴിയുവാനായിരുന്നു അവർ ഉറച്ചിരുന്നത്. ഇന്നത്തെ സുവിശേഷം വിശ്വാസത്തെ കാഴ്ചയായും ഉൾക്കാഴ്ചയായും ചിത്രീകരിക്കുന്നു. ഉൾക്കാഴ്ചയിലേക്ക് വളരുവാൻ അന്ധന് കൂടുതൽ സമയം വേണ്ടിയിരുന്നു. കർത്താവിൻ്റെ വാക്കുകളെ അവൻ ആദ്യം അന്ധമായി വിശ്വസിക്കേണ്ടിയിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഈശോ ചെളി പുരട്ടിയിട്ട് സീലോഹാക്കുളത്തിൽ പോയി കഴുകി വരുവാൻ ഈശോ പറഞ്ഞപ്പോൾ അവന് അത് അവിശ്വസിക്കാമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വാക്കുകളിൽ അവൻ വിശ്വസിച്ചു. കാഴ്ചയുള്ളവനായി അവൻ തിരിച്ചു വന്നപ്പോൾ കർത്താവിനെ അവൻ സിനഗോഗിൽ കണ്ടെത്തിയില്ല. അവിടുന്ന് വെളിയിലായിരുന്നു. സിനഗോഗിലുള്ളവർ അവനിൽ വിശ്വസിച്ചുമില്ല. കാഴ്ചയുള്ളവർ എന്ന് നടിച്ചിരുന്നവർ ഒരിക്കലും അന്ധതയിൽ നിന്ന് മോചനം നേടുകയില്ല. അവർ മതത്തിൻ്റെ അന്ധമായ കാഴ്ചപ്പാടിൽ അന്ധതയുടെ കാരണം പാപമാണെന്ന് ചിത്രീകരിച്ചു. വിശ്വാസത്തെ ദൈവദാനമായും കാഴ്ചയിലേക്ക് നയിക്കുന്നതായും അവർ മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അതിനാൽ അവർ അത്ഭുതത്തിലും വിശ്വസിച്ചില്ല. അത്ഭുതത്തിൻ്റെ ഉറവിടം ദൈവമാണെന്ന് അവർക്ക് അംഗീകരിക്കുവാൻ സാധിച്ചതുമില്ല. കർത്താവ് അന്ധനെ സുഖപ്പെടുത്തിയത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും അടയാളമായി ഇരിക്കുന്നതോടൊപ്പം തന്നെ അത് വിശ്വാസത്തെക്കുറിച്ചും ഉൾക്കാഴ്ചയെക്കുറിച്ചുമുള്ള ഒരു പഠനം കൂടിയായിരുന്നു. യഥാർത്ഥ കാഴ്ച എന്താണെന്നും അതുപോലെ അതിന് വിപരീതമായ അന്ധത എന്തിലടങ്ങിയിരിക്കുന്നുവെന്നും കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുകയാണ്. വിശ്വാസം ദൈവത്തിൻ്റെ കണ്ടെത്തലിലേക്കാണ് നമ്മെ വഴി തെളിക്കുന്നത്. ദൈവം മനുഷ്യനെ തേടി വരുന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ബാഹ്യമായ കാഴ്ച അതിലേക്ക് നയിക്കാം, എന്നാൽ അത് ആന്തരിക ദർശനമായി ഉൾക്കാഴ്ചയായി വളരണം. പ്രകാശം തന്നെയായ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് അന്ധത. ഫരിസേയർ ഈ അന്ധതയിലായിരുന്നു. കർത്താവിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാതിരുന്നതുകൊണ്ട് അവർ അന്ധതയിൽ തന്നെ തുടർന്നു. സൗഖ്യപ്പെട്ട അന്ധനാകട്ടെ കർത്താവിനെ തിരിച്ചറിഞ്ഞു. അവിടുത്തെ വാക്കുകളിൽ അവൻ വിശ്വസിച്ചു. ആ വിശ്വാസം അവനെ ഉൾക്കാഴ്ചയിൽ ഉള്ളവനാക്കി. അങ്ങനെ അവൻ്റെ സൗഖ്യപ്പെടൽ പൂർണ്ണമായി. നമ്മുടെ വിശ്വാസം ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമ്മെ നയിക്കുന്നത്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടിയേക്കാം. എന്നാൽ അവിടുത്തെ തിരിച്ചറിയുവാൻ നമുക്ക് ഉൾക്കാഴ്ചയുണ്ടാകണം. ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോഴാണ് രാത്രി പകലായത്. നമുക്ക് എല്ലാം കാണുവാൻ സാധിക്കുന്നത് ഈ പകലിൽ ആയിരിക്കുമ്പോഴാണ്. ഈ പകൽ ക്രിസ്തു തന്നെയാണ്. അതിനാൽ അവിടുന്ന് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. ഈ പ്രകാശത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ പ്രകാശത്തിലാണ് നമ്മൾ രാത്രി കടന്നുപോയി പ്രഭാതമായി പകലായി എന്നൊക്കെ തിരിച്ചറിയുന്നത്. ഇന്ന് ലോകത്തിൽ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് മതങ്ങളും മതസംവിധാനങ്ങളുമുണ്ട്. എന്നാൽ മനുഷ്യനെ തിരിച്ചറിയാത്തതുകൊണ്ട്, ദൈവത്തിൻ്റെ ഛായയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അംഗീകരിക്കാത്തതുകൊണ്ട്
മതത്തിന് മനുഷ്യനെ അന്ധതയിൽ നിന്ന് മോചിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. വീണ്ടും അന്ധതയിലേക്ക് നയിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് എവിടെയും നമ്മൾ കാണുന്നത്. മതങ്ങൾക്കും ഈ അന്ധതയിൽ നിന്നുള്ള മോചനമുണ്ടാകണം. അന്ധമായ കാഴ്ചപ്പാടുകളെ മതങ്ങളിൽ വിശ്വാസ വിഷയങ്ങളായി ഉയർത്തിപ്പിടിക്കരുത്. മനുഷ്യന് സഹോദരനായി കാണാൻ സാധിക്കാത്തിടത്ത് ദൈവത്തെ ദർശിക്കുവാനും സാധിക്കുകയില്ല. അവൻ അന്ധതയിലായിരിക്കും കഴിയുന്നത്. അങ്ങനെ മതം അന്ധതയിലേക്ക് വഴിതെളിക്കുന്ന സാഹചര്യമായിത്തീരും. മതസൗഹാർദ്ദത്തിന് പകരം മതവിദ്വേഷം എവിടെയെല്ലാം ഉളവാകുന്നുവോ അവിടെയെല്ലാം അന്ധതയുമുണ്ട്. അവിടെ ലോകത്തിൻ്റെ പ്രകാശമായ ദൈവത്തെ മതങ്ങൾ തേടുന്നില്ല, കണ്ടെത്തുന്നുമില്ല. ഈ സാഹചര്യത്തെ നമ്മൾ ഇന്ന് അടിയന്തരമായി വിലയിരുത്തേണ്ടതാണ്. മതങ്ങളുടെ ആപേക്ഷികതയെ നമ്മൾ കർത്താവിൻ്റെ വാക്കുകളോടെ വ്യക്തമാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഉൾക്കാഴ്ചയും ദൗത്യവും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുനാഥനെ നമ്മുടെയും ലോകം മുഴുവൻ്റെയും പ്രകാശമായി ഏറ്റുപറയുവാൻ, അതുപോലെ അത് പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അതായിരിക്കും യഥാർത്ഥത്തിലുള്ള വിശ്വാസ പ്രഘോഷണം. അതിനുള്ള ഉൾക്കാഴ്ചയും പ്രഘോഷണശേഷിയും കർത്താവ് തന്നെ നമുക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹാശംസകൾ. ഫാദർ ജെയിംസ് പുറത്തയിൽ.